ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരുവിധം ഭക്ഷണങ്ങളിലെല്ലാം നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാറില്ല. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിലും വെളുത്തുള്ളി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പല പഠനങ്ങളിലും പറയുന്നത്. നമുക്ക് വെളുത്തുള്ളിയുടെ ഗുണങ്ങൾ നോക്കാം. രക്തസമ്മർദ്ദം, ട്രൈഗ്ലിസറൈഡ്, പ്രമേഹം എന്നിവ കുറയ്ക്കാനും ബ്ലഡ് ക്ലോട്ടിംഗ് തടഞ്ഞ് ഹൃദയ സങ്കീർണതകളിൽ നിന്ന് സംരക്ഷണം നൽകാനും വെളുത്തുള്ളിക്ക് സാധിക്കും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വെളുത്തുള്ളി നല്ലതാണ്. ഇവയ്ക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുണ്ട്. രക്തത്തിന് കട്ടി കൂടുന്നത് ഹൃദയ സംബന്ധമായ സങ്കീർണതകൾക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്നാണ്. ഒരു നാച്ചുറൽ ബ്ലഡ് തിന്നർ ആയതിനാൽ രക്തം അമിതമായി കട്ടിയാവുന്നത് തടയാൻ വെളുത്തുള്ളിയിലെ അലിസിൻ എന്ന പദാർത്ഥത്തിന് കഴിയും. എന്നാൽ വെളുത്തുള്ളി അപ്പാടെ കഴിച്ചിട്ട് കാര്യമില്ല. ചതച്ചോ അരിഞ്ഞോ കഴിക്കുമ്പോൾ മാത്രമേ അലിസിൻ എന്ന പദാർത്ഥം ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്ന്, വെളുത്തുള്ളി വിശപ്പ് കുറയ്ക്കുന്നതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലതാണ്. കലോറി കാര്യക്ഷമമായി ബേൺ ചെയ്യാൻ സഹായിക്കുന്ന അഡ്രിനാലിൻ പുറത്തുവിടാൻ നാഡീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനാൽ വെളുത്തുള്ളി ഒരു മെറ്റബോളിസം ബൂസ്റ്ററായും പ്രവർത്തിക്കുന്നു. ഇനി ഭക്ഷണത്തോടൊപ്പം വെളുത്തുള്ളി സപ്ലിമെന്റുകൾ കഴിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടണം. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയും വേണം. ഇനി വെളുത്തുള്ളി എങ്ങനെയെല്ലാം കഴിക്കാമെന്നല്ലേ. ചതച്ചോ അരിഞ്ഞോ വെളുത്തുള്ളി സൂപ്പിലോ സാലഡിലോ കറികളിലോ ചേർത്ത് കഴിക്കാം. വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ നെഞ്ചെരിച്ചിലിനോ കാരണമായിരിക്കും.